Children, I hope you enjoyed your vacation. Shall we start our first unit, Harmony of Marvels? In this unit, our first chapter is a story. The name of the story is A Robot with a Virus, written by Pedro Pablo Sarkistan. Let us read the story of a boy and a robot. It was a sunny morning. The vibrant golden sunlight danced across the streets. It cast warm hues upon the housetops. The air was crisp and refreshing. The sunbeams peeped into Ricky's room through the skylight. He was still in bed. He was a young boy of 11. ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ്. എങ്ങനെയുള്ള മോർണിംഗ് ആയിരുന്നു? നല്ല വെയിലുള്ളൊരു ദിവസമായിരുന്നു. വെയിലിൽ നിന്നുള്ള പ്രകാശം റിക്കിയുടെ റൂമിലോട്ട് എത്തിയെങ്കിലും അവൻ ഇപ്പോഴും ബെഡിൽ തന്നെയാണ്, ഉറക്കം എഴുന്നേറ്റിട്ടില്ല. അവൻ എത്ര വയസ്സുണ്ടായിരുന്നു? 11 വയസ്സ്. റിക്കി lived in a lovely futuristic house which had everything you can ever want. But he was solidly in his habits. He just threw his belongings all over the place. റിക്കി എങ്ങനെയുള്ള വീട്ടിലാണ് താമസിച്ചിരുന്നത്? ഫ്യൂച്ചറിസ്റ്റിക് എന്ന് വെച്ചാൽ അവന് ആവശ്യമുണ്ടായിരുന്ന എല്ലാ മോഡേൺ ടെക്നോളജീസും ഉണ്ടായിരുന്ന ഒരു വീട്ടിൽ. ബട്ട് ഹി വാസ് സോൾവൻലി ഇൻ ഹിസ് ഹാബിറ്റ്സ്. സോൾവൻലി മീൻസ് കെയർലെസ് ഓർ അൺടൈഡി. ഒരു സാധനവും എടുത്തെടുത്ത് സൂക്ഷിക്കാത്ത സ്വഭാവമായിരുന്നു റിക്കിക്ക്. ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ പ്ലേസ്. എല്ലാ സ്ഥലത്തും അവൻ്റെ സാധനങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ടിരുന്നു. ഹിസ് മദർ ഹാഡ് ടു കളക്ട് ഹിസ് ബിലോങ്ങിങ്സ് ഫ്രം ഓൾ കോർണേഴ്സ് ഓഫ് ദ ഹൗസ്. അവൻ്റെ അമ്മയ്ക്ക് അവൻ്റെ സാധനങ്ങൾ വീട്ടിൻ്റെ ഓരോ മൂലയിൽ നിന്നും കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. Mother, who was the manager of a bank, left in morning for work. She always had work for Ricky. Ricky, keep your school bag in the study room. Ricky, put your clothes in the washing machine. Ricky, wash your tiffin box. Ricky, iron your t-shirt and trousers, and so on. But he was always playing. അവൻ്റെ അമ്മ ബാങ്ക് മാനേജറായിരുന്നു. അവർക്ക് രാവിലെ തന്നെ ജോലിക്ക് പോകേണ്ടതായിട്ടുണ്ട്. എന്നിരുന്നാലും റിക്കിയുടെ അടുത്ത് അവരെന്തെല്ലാം പറയുമായിരുന്നു? അവൻ്റെ ബാഗ് സ്റ്റഡി റൂമിൽ വയ്ക്കാനും, അതുപോലെ ക്ലോത്ത്സ് വാഷിംഗ് മെഷീനിലിടാനും, ടിഫിൻ ബോക്സ് വാഷ് ചെയ്ത് വയ്ക്കാനും, ടീഷർട്ടും ട്രൗസേഴ്സും അയൺ ചെയ്യാനും, ഇങ്ങനെ ഓരോരോ നിർദ്ദേശങ്ങൾ അവന് കൊടുക്കുമായിരുന്നു. പക്ഷെ അവനെന്താണ്, എപ്പോഴും കളിയിൽ അകപ്പെട്ടിരുന്നു. റിക്കി ഡിഡ്ന്റ് ഹെൽപ്പ് മച്ച് അറൗണ്ട് ദ ഹൗസ്. But he was as excited as his parents when they brought the latest model of a butler robot. As soon as it arrived, off it went, cooking, cleaning and ironing. But the most important work it did was picking up Ricky's clothes from the floor. റിക്കി അധികമൊന്നും കളിയിൽ അകപ്പെട്ടിരുന്നു. റിക്കി ഡിഡ്ന്റ് ഹെൽപ്പ് മച്ച് അറൗണ്ട് ദ ഹൗസ്. But he was as excited as his parents when they brought the latest model of a butler robot. As soon as it arrived, off it went, cooking, cleaning and ironing. But the most important work it did was picking up Ricky's clothes from the floor. റിക്കി അധികമൊന്നും വീട്ടിൽ ഹെൽപ്പൊന്നും ചെയ്തിരുന്നില്ല. പക്ഷേ എന്താണ്, അവൻ്റെ പാരൻസ് ഒരു ലേറ്റസ്റ്റ് മോഡൽ ഓഫ് എ ബട്ട്ലർ റോബോട്ട് വീട്ടിൽ കൊണ്ടുവന്നു. ബട്ട്ലർ എന്ന് വെച്ചാൽ എന്താണ്, സീനിയർ മെയിൽ സർവൻറ്റ്. അപ്പോൾ സീനിയർ മെയിൽ സർവൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റോബോട്ട് അവൻ്റെ പാരൻസ് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവൻ്റെ പാരൻസിനെ പോലെ തന്നെയാണ് അവനും എക്സൈറ്റഡ് ആയിരുന്നു റോബോട്ടിനെ കണ്ടപ്പോൾ. As soon as it arrived, off it went, cooking, cleaning and ironing. അത് വന്നപ്പോൾ തന്നെ അതിൻ്റെ ജോലികൾ എന്തായിരുന്നു? കുക്ക് ചെയ്യുന്നു, ക്ലീൻ ചെയ്യുന്നു, അയൺ ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ റിക്കിയുടെ സാധനങ്ങൾ, ക്ലോത്ത്സുമൊക്കെ തറയിൽ നിന്ന് നുള്ളിപ്പറക്കി വയ്ക്കുകയായിരുന്നു റോബോട്ടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വർക്ക്. On the first day when he went to sleep, his bedroom was in a disastrous state as usual. But when he woke up the morning, everything was perfectly clean and tidy. ഫസ്റ്റ് ഡേ തന്നെ, റോബോട്ട് വന്ന ഫസ്റ്റ് ദിവസം റിക്കി ഉറങ്ങാൻ പോയപ്പോൾ ബെഡ്റൂം. പക്ഷേ അവൻ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴോ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു, ക്ലീൻ ആയിരുന്നു, ടൈഡി ആയിരുന്നു. വണ്ടർഫുൾ, ഹൗ നീറ്റ് ആൻഡ് ടൈഡി മൈ റൂം ലുക്സ്, ഹി എക്സ്ക്ലൈംഡ്. അത് കണ്ടപ്പോൾ എന്താണ് റിക്കി പറഞ്ഞു? വണ്ടർഫുൾ, സൂപ്പറായിട്ടുണ്ടല്ലേ, എൻ്റെ റൂം എന്താണ്, നല്ല നീറ്റും ടൈഡിയുമായിരുന്നു. In fact, it was actually too clean.
Ricky couldn't find his favorite t-shirt nor his favorite football. Ma, where is my t-shirt? Where is my ball? He pestered his mother. എന്താണ് സത്യം പറഞ്ഞാൽ അത് ആക്ച്വലി നല്ല ക്ലീൻ ആയിരുന്നു റൂം. പക്ഷേ റിക്കിക്ക് റിക്കിയുടെ ഫേവറേറ്റ് ടീഷർട്ടും ഫേവറേറ്റ് ഫുട്ബോളും അവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. അത് കാരണം അവൻ അവൻ്റെ അമ്മയെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്ത് ചോദിച്ചുകൊണ്ട് എൻ്റെ ഫേവറേറ്റ് ടീഷർട്ട് എവിടെ, എൻ്റെ ഫേവറേറ്റ് ഫുട്ബോൾ എവിടെ എന്നുള്ള ക്വസ്റ്റ്യൻസ് അമ്മയോട് ചോദിച്ചുകൊണ്ടിരുന്നു. He could not find his things even after he had searched up and down. He asked himself, where could they have gone? അവൻ അത് സെർച്ച് ചെയ്തെങ്കിലും അവൻ്റെ ഫേവറേറ്റ് തിങ്സ് അവന് കണ്ടെത്താനായില്ല. അവനോട് തന്നെ ചോദിച്ചു, എവിടെ പോയിരിക്കും അത് രണ്ടും അതെല്ലാം. However much he searched during the day, കണ്ടെത്താനായില്ല. അവനോട് തന്നെ ചോദിച്ചു, എവിടെ പോയിരിക്കും അത് രണ്ടും അതെല്ലാം. However much he searched during the day, those two items did not reappear, and the same was to happen with other things too. പകൽ സമയം അവൻ അതിനു വേണ്ടി സെർച്ച് ചെയ്തെങ്കിലും അത് രണ്ടും അവന് കിട്ടിയില്ല. അതേപോലെ തന്നെ അവൻ്റെ പല സാധനങ്ങളും കാണാതെ ആയിട്ടുണ്ട്. റിക്കി കാസ്റ്റ് എ സസ്പീഷ്യസ് ഐ ഓൺ ദ ഗ്ലീമിംഗ് ബട്ട്ലർ റോബോട്ട്. ഐ തിങ്ക് ഇറ്റ്സ് ഹിസ് ഹാൻഡി വർക്ക് ഹി തോട്ട്. അവന് സംശയം ആരെയായിരുന്നു? റോബോട്ടിനെ ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ഇതവൻ്റെ പ്രവൃത്തി തന്നെയാണ് എന്ന് റിക്കിക്ക് തോന്നി. He hatched a plan to spy on the robot and began following it around the house. Finally, he caught it red-handed while it was picking up one of his clothes. Ricky followed the robot without making a sound. To his surprise, he saw the robot folding his t-shirt neatly and keeping it on a pile of clothes in the storeroom. He hatched a plan to spy on the robot. റോബോട്ടിൻ്റെ കള്ളത്തരം കണ്ടുപിടിക്കാനായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കി. ഹി ബിഗാൻ ഫോളോയിങ് ഇറ്റ് അറൗണ്ട് ദ ഹൗസ്. റോബോട്ട് എങ്ങോട്ട് പോയാലും റിക്കി അതിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഹി ഹാച്ച്ഡ് എ പ്ലാൻ ടു സ്പൈ ഓൺ ദ റോബോട്ട്. റോബോട്ടിൻ്റെ കള്ളത്തരം കണ്ടുപിടിക്കാനായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കി. ഹി ബിഗാൻ ഫോളോയിങ് ഇറ്റ് അറൗണ്ട് ദ ഹൗസ്. റോബോട്ട് എങ്ങോട്ട് പോയാലും റിക്കി അതിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അവസാനം അവനെ കള്ളത്തരം കൈയോടെ പൊക്കി. എന്ത് ചെയ്തു? റിക്കിയുടെ ഒരു ക്ലോത്ത്സ് എടുക്കുന്ന സമയത്ത് റിക്കി ഫോളോഡ് ദ റോബോട്ട് വിത്തൗട്ട് മേക്കിംഗ് എ സൗണ്ട്. റിക്കി റോബോട്ടിനെ ശബ്ദമുണ്ടാക്കാതെ ഫോളോ ചെയ്തു. ടു ഹിസ് സർപ്രൈസ് ഹി സോ ദ റോബോട്ട് ഫോൾഡിങ് ഹിസ് ടീഷർട്ട് നീറ്റ്ലി. അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് റോബോട്ട് എന്ത് ചെയ്തു? അവൻ്റെ ടീഷർട്ട് നല്ല വൃത്തിയായി മടക്കി. ആൻഡ് കീപ്പ് ഇറ്റ് ഓൺ ദ പൈൽ ഓഫ് ക്ലോത്ത്സ് ഇൻ ദ സ്റ്റോർ റൂം. എന്നിട്ട് എവിടെ സൂക്ഷിച്ചു? സ്റ്റോർ റൂമിൽ ഒരു കെട്ട് തുണികളുണ്ടായിരുന്നു, അതിൽ കൊണ്ടുവച്ചു. Off he went running to his parents. Father, this butler robot is faulty. He has fixed my things. I think they programmed him badly. Let us send him off. Absolutely not. Father shook his head. He was an expert in robotics. He had been delighted with the new butler. It was a dream come true. But Ricky was obstinate. I want to get rid of him. A heated argument between Ricky and his father followed. റിക്കി എന്ത് ചെയ്തു? പാരൻസിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? ഈ റോബോട്ട് കള്ളത്തരമാണ് ചെയ്യുന്നത്, അവൻ എൻ്റെ സാധനങ്ങൾ മോഷ്ടിക്കുന്നുണ്ട്, അതിനെ പ്രോഗ്രാം ചെയ്തേക്കുന്നത് ബാഡായിട്ടാണ്, അവനെ നമുക്ക് തിരിച്ചു കൊടുത്തേക്കാം. അപ്പോൾ അച്ഛൻ എന്ത് പറഞ്ഞു? അല്ല, ഒരിക്കലുമല്ല, അവൻ നല്ലൊരു റോബോട്ടാണ്, അവനെ നല്ല രീതിയിലാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അവർ തമ്മിൽ ഒരു വാഗ്വാദമുണ്ടായി, ആർഗ്യുമെൻ്റ് ഉണ്ടായി. ഫാദർ, എ റോബോട്ട് ഈസ് എ വണ്ടർഫുൾ ഡിവൈസ്. ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു. നോക്കൂ, റോബോട്ട് എന്ന് വെച്ചാൽ ഒരു വണ്ടർഫുൾ ഡിവൈസാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് അതിന് ചെയ്യാൻ സാധിക്കുന്നത്? റിക്കി, ഐ ഡോണ്ട് തിങ്ക് സോ. ഹീ ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. എനിക്ക് നല്ലതിനേക്കാൾ അവൻ മോശമാണ് ചെയ്തിട്ടുള്ളത്. ഫാദർ, യു ആർ റോങ്. റിക്കി, യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്. നിനക്ക് തെറ്റുപറ്റി, നിനക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ് ഒരു റോബോട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. റിക്കി, ഐ കാൺട്ട് എഗ്രി വിത്ത് യു. എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ്. എനിക്ക് അച്ഛനുമായിട്ട് എഗ്രി ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ്? റോബോട്ട് വലിയൊരു പ്രോബ്ലമായി തീരും, അത് നല്ല രീതിയിൽ പ്രോഗ്രാം ചെയ്തിട്ടില്ലെങ്കിൽ. റിക്കി കെപ്റ്റ് ഓൺ കംപ്ലൈനിങ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദ റോബോട്ട് ഹൈഡിങ് ടിക്സ് that outweighed whatever useful things he did.
റിക്കി എന്താണ് കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരുന്നു. എന്താണ് റോബോട്ട് ഓരോ സാധനങ്ങളും ഒളിച്ചു വെപ്പിക്കുന്നതിൽ. അത് എന്ത് ചെയ്തു, ഇപ്പം നല്ലത് നമ്മൾ ഒരുപാട് ചെയ്താലും ഒരു ചീത്ത ചെയ്താൽ എന്താണ് ആ ചീത്ത തന്നെയാണ് എല്ലാവരും എടുത്തു കാട്ടുന്നത്. അതേപോലെ റോബോട്ട് ഒരുപാട് നല്ല പ്രവൃത്തി ചെയ്തെങ്കിലും ഈ ഒരു കാര്യം തന്നെയാണ് മുന്നിട്ട് നിന്നത്, റിക്കിയുടെ സാധനങ്ങൾ കാണാതാവുന്നത്. One day the robot who was whirring past heard the boy's complaints. The robot returned with a pair of Ricky's shoes and some of his clothes. ഒരു ദിവസം റോബോട്ടിനെ പറ്റിയുള്ള കുറ്റം പറയുന്നത് റോബോട്ട് കേൾക്കാനിടയായി. റോബോട്ട് തിരികെ വന്ന് എന്താണ് റിക്കിയുടെ ഒരു പെയർ ഷൂസും കുറച്ച് ക്ലോത്ത്സും റിട്ടേൺ ചെയ്തു. ഹിയർ സർ, ഐ ഡിഡ് നോട്ട് നോ ഇറ്റ് വാസ് ബോദറിങ് യു, സെഡ് ദ ബട്ട്ലർ ഇൻ ഹിസ് മെറ്റാലിക് വോയിസ്. ആ റോബോട്ട് പറയുമ്പോൾ എന്താണ് റോബോട്ട് വന്ന് പറഞ്ഞ്, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സാധനങ്ങൾ കാണാതാവുന്നത് നിങ്ങളെ വിഷമിപ്പിച്ചിരുന്നു എന്ന്. ഹൗ കുഡ് ഇറ്റ് യു തെഫ്, യു ഹാവ് ബീൻ നിക്കിങ് മൈ സ്റ്റഫ് ഫോർ വീക്സ്. നീ എൻ്റെ സാധനങ്ങളെല്ലാം എന്താണ് ഓരോ സെവറൽ വീക്സ് ആയിട്ട് നീ മോഷ്ടിക്കുകയായിരുന്നു. ഐ ഹാഡ് സീൻ യുവർ തിങ്സ് ലൈങ് സ്കാറ്റേർഡ് ഓൺ ദ ഫ്ലോർ. I thought that you did not need them. I am programmed to collect all that is not wanted. At night, I send them to places where other humans can use them. I am a maximum efficiency machine. Were you unaware of it? The robot said with a certain pride. ഞാൻ എന്താണ് നിൻ്റെ തറയിൽ സ്കാറ്റർ ചെയ്ത് കിടന്ന സാധനങ്ങളാണ്, നിനക്ക് വേണ്ട എന്ന് കരുതിയാണ് ഞാനത് എടുത്തത്. ഐ ആം പ്രോഗ്രാം ടു കളക്ട് ഓൾ ദാറ്റ് ഈസ് നോട്ട് വാണ്ടഡ്. എന്നെ പ്രോഗ്രാമിംഗ് എങ്ങനെയാണ്, എന്താണോ വേണ്ടത് അത് കളക്ട് ചെയ്യുക. ആൻഡ് നൈറ്റ് ഐ സെൻഡ് ദം ടു പ്ലേസസ് വെയർ അതർ ഹ്യൂമൻസ് ക്യാൻ യൂസ് ദം. രാത്രി കാലങ്ങളിൽ വേണ്ടാത്ത സാധനങ്ങൾ ഞാൻ കളക്ട് ചെയ്യുകയും അത് ആർക്കാണോ ആവശ്യം അവർക്ക് ആർക്കാണോ ആവശ്യമുള്ളത് അവരുടെ സാധനങ്ങളിൽ എത്തിക്കുകയുമാണ് എനിക്ക് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. ഐ ആം എ മാക്സിമം എഫിഷ്യൻസി മെഷീൻ. മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മെഷീനാണ് ഞാൻ. വെയർ യു അൺഅവെയർ ഓഫ് ഇറ്റ്, നിനക്ക് അതറിയില്ലേ? റോബോട്ട് സെഡ് വിത്ത് എ സർട്ടൻ പ്രൈഡ്. വളരെ പ്രൈഡോടുകൂടി റോബോട്ട് ചോദിച്ചു. റിക്കി വാസ് അഷെയിംഡ്. ഹി ഹാഡ് സ്പെൻഡ് ഓൾ ഹിസ് ലൈഫ് ട്രീറ്റിംഗ് തിങ്സ് ആസ് ദോ ദേ വെയർ യൂസ്ലെസ്. ഹി കെയർഡ് ഫോർ നത്തിങ്. Yet there were many people in the world who would have been delighted to have Ricky's things. Unlike him, they would have taken good care of them too. He realized that the robot was neither broken nor misprogrammed. Rather, it had been programmed extremely well. Since then, Ricky decided to become a maximum efficiency boy. But he put real care into how he treated his things. He kept them tidy and made sure he didn't have more than what was necessary. And he took a leaf out of the robot's book. With his pocket money, he began to help people and buy needful things for them. അതിനുശേഷം റിക്കി എന്ത് ഡിസൈഡ് ചെയ്തു? ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എഫിഷ്യൻസി ഉള്ളൊരു ബോയ് ആവാൻ റിക്കി ഡിസൈഡ് ചെയ്തു. ഹി പുട്ട് റിയൽ കെയർ ഇൻ ടു ഹൗ ഹി ട്രീറ്റഡ് ഹിസ് തിങ്സ്. കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ റിക്കി പഠിച്ചു. ഹി കെപ് ദം ടൈഡി ആൻഡ് മേഡ് ഷുവർ ഹി ഡിഡിൻ ഹാവ് മോർ ദാൻ വാട്ട് വാസ് നെസസറി. ഓരോ കാര്യങ്ങളും നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് സൂക്ഷിക്കാനും അതേപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കാനും അവൻ ശ്രദ്ധിച്ചു. ആവശ്യം എന്താണോ അത്ര മാത്രമേ അവന് വേണ്ടിയിരുന്നുള്ളൂ. ആൻഡ് ഹി ടുക്ക് എ ലീഫ് ഔട്ട് ഓഫ് റോബോട്ട്സ് ബുക്ക്. ഹി ടുക്ക് എ ലീഫ് ഔട്ട് ഓഫ് റോബോട്ട്സ് ബുക്ക് എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? ഒരാളുടെ ജീവിതത്തിൽ നിന്ന് അവർക്ക് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല സ്വഭാവങ്ങളുണ്ടല്ലോ. അപ്പോൾ റോബോട്ടിൽ നിന്ന് നല്ല കാര്യങ്ങൾ റിക്കി പഠിച്ചു. With his pocket money, he began to help people and buy needful things for them. അവൻ്റെ പോക്കറ്റ് മണിയിൽ നിന്ന് അവൻ എന്ത് ചെയ്തു? ആവശ്യമുള്ള ആൾക്കാർക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. ഇതാണ് നമ്മുടെ ചാപ്റ്റർ, എ റോബോട്ട് വിത്ത് എ വൈറസ്. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് നോക്കാം.